അനുഭാവി അനുഭാവി എന്ന സഹോദരനാണ് ഈ സൽക്കർമ്മം ചെയ്യുന്നതിന് വേണ്ടി 4000 രൂപ എനിക്ക് അയച്ചു തന്നത്. അത് ഏറ്റവും അർഹമായ കരങ്ങളിൽ എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് അദ്ദേഹം ആ പൈസ അയച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഒരുപക്ഷെ മറ്റെന്തെങ്കിലുമൊക്കെ ആവാം, പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞത് അനുഭാവി തന്നു എന്ന് പറഞ്ഞാൽ മതി എന്നാണ് എന്നോട് പറഞ്ഞത്. മറ്റുള്ള ആളുകളെ, പാവപ്പെട്ട ആളുകളെ, അർഹരായ ആളുകളെ സഹായിക്കാൻ വേണ്ടി മാത്രമാണല്ലോ നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് വന്നത്. സഹജീവികളോട് കാരുണ്യം കാണിച്ചുകൊണ്ട്, നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെ നമുക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി നമ്മളവരെ സഹായിക്കുന്നതിലൂടെ പരമകാരുണികനായ നാഥൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെയാണ് ഞാൻ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നത്. എൻ്റെ സൽക്കർമ്മങ്ങളിലൂടെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ എൻ്റെ സഹോദരങ്ങൾക്ക് ഗുണം ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവർക്ക് വേണ്ടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഞാൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ ഏകദേശം 11 ലക്ഷം ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ അക്കൗണ്ടിലുള്ളത് 15,000 രൂപയ്ക്ക് താഴെ മാത്രമാണ്. അതാണ് എൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൊണ്ടുള്ള ഇതുവരെയുള്ള ബാങ്ക് ബാലൻസ്. എന്നാൽ പ്രവർത്തനങ്ങൾ കൊണ്ട് സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ സൽക്കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. എൻ്റെ സഹോദരങ്ങൾക്കായും അതിലൂടെ ഞാൻ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ ഈ സൽക്കർമ്മം നിർവഹിക്കുന്നു. ऑपरेशन हो गया, बच्चेदानी निकल गए। उस टाइम से खून कम हो गया था, खून बढ़ाया, अभी तक खून पूरा खत्म हो गया। खाने में उसने दिया अनुभावी बोल के